إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് ചെയ്തു തന്ന മഹത്തായ നിഅമത്താണ് നമ്മുടെ മനുഷ്യ സമൂഹത്തിൽപ്പെട്ട ഒരു പ്രവാചകനെ നമ്മളിലേക്ക് അയച്ചു എന്നുള്ളത്. അല്ലാഹു പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അല്ലാഹു അവന്റെ അടിമകൾക്ക് ചെയ്തത് മഹത്തായ ഒരു നിഅമത്താണ്. അവരിൽപ്പെട്ട മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരു പ്രവാചകനെ അവരിലേക്ക് റസൂലായി ദൂതനായി അയച്ചു എന്നുള്ളത്. അള്ളാഹുവിന്റെ ആയാത്തുകൾ ആ പ്രവാചകൻ അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നു. വയുസക്കീഹിം, അവരെ ശിർക്കിൽ നിന്നും ദലാലത്തിൽ നിന്നും സത്യനിഷേധത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ആ പ്രവാചകന്റെ സുന്നത്ത് ഹിക്മത്തും അവർക്ക് അത് വിവരിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഈ പ്രവാചകൻ വരുന്നതിന്റെ മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. അള്ളാഹു മഹത്തായ ഒരു നിഅമത്തായിട്ടാണ് പ്രവാചകനെ നമ്മളിലേക്ക് അയച്ചത് പറഞ്ഞത്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ചെയ്ത മറ്റൊരു നിഅമത്താണ് പരിശുദ്ധമായ ഖുർആൻ ഈ പ്രവാചകന്റെ മേൽ അവതരിപ്പിച്ചു എന്നുള്ളത്. അള്ളാഹു പറഞ്ഞു, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. പരിശുദ്ധമായ ഖുർആൻ നാം പ്രവാചകന് അവതരിപ്പിച്ചു കൊടുത്തു, ഓരോ ആളുകൾക്കുമല്ല. ആ പ്രവാചകൻ അതിന്റെ ആശയങ്ങളും അതിന്റെ വിശദീകരണങ്ങളും അതിലുള്ള പാഠങ്ങളും ആളുകൾക്ക് പഠിപ്പിച്ച് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി ആ പ്രവാചകൻ എന്താണോ പറഞ്ഞു പഠിപ്പിച്ചു, അതാണ് ദീൻ, അതാണ് ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ സ്വീകരിക്കേണ്ടത്. ആ പ്രവാചകൻ കാണിക്കാത്ത പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അതിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കണം. എന്നാലേ അവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായി ഈ ലോകത്തും പരലോകത്തും അവർക്ക് വിജയിക്കാനും സാധ്യമാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നാം എല്ലാവരും അള്ളാഹുവിനോട് വളരെ സ്നേഹവും ഇഷ്ടവുമുള്ളവരാണ് എന്ന് പറയുന്നവരാണ്. ആ പറയുന്ന വാദത്തിനെ സാധൂകരിക്കാൻ വേണ്ടി അതിന് തെളിവ് എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. പ്രവാചകരെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണോ? നിങ്ങൾക്കതിന് പകരമായി അള്ളാഹുവിന്റെ സ്നേഹം ഇങ്ങോട്ട് തിരിച്ചു കിട്ടണോ? എന്നാൽ ഫത്തബിഊനി, നിങ്ങൾ എന്നോട് പിന്തുടരണം. അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നു, അതിന് പകരം അവന്റെ സ്നേഹം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആളുകളുടെ വാദവും ആ വാക്കുകളും അത് സത്യമാണ് എന്ന് അത് വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ തെളിവ് എന്നോണം ഫത്തബിഊനി, നിങ്ങൾ എന്നോട് പിൻപറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപാധി വെച്ച് യുഹബ്ബിബുക്കുമുല്ലാഹ്, എന്നാലേ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ കൂടെ പല രൂപങ്ങളിൽ അള്ളാഹു ആ പ്രവാചകനെ അനുസരിക്കാൻ വേണ്ടി അടിമകളായ നമ്മോട് കൽപ്പിക്കുന്നു. വഅതിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അവന്റെ റസൂലിനെയും അനുസരിക്കണം, എന്നാലേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയുള്ളൂ. റഹ്മത്തിന് വിരുദ്ധമായ അതിന്റെ എതിരായ ഭാഗത്തുള്ളത് ശിക്ഷയാണ്. ആ പ്രവാചകൻ അനുസരിക്കാത്ത ആളുകൾക്ക് നേരിടാൻ പോകുന്നത്, അവർക്ക് ലഭിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ
ശിക്ഷയാണ്, അവന്റെ കോപമാണ്. നമ്മളെ അഭിമുഖീകരിക്കുന്ന ഏതേത് വിഷയങ്ങളുണ്ടെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിലേക്ക് മടക്കാൻ വേണ്ടി അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ആശയക്കുഴപ്പങ്ങളോ സംശയങ്ങളോ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പക്ഷം അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ കാര്യങ്ങളെ ഏൽപ്പിക്കുക. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ നേരിട്ട് ആ റസൂലിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകും. പ്രവാചകന്റെ വഫാത്തിന്റെ മരണത്തിന്റെ ശേഷമാണെങ്കിൽ അവിടുത്തെ സുന്നത്ത് നമ്മുടെ മുന്നിലുണ്ട്. വ്യക്തമായ പ്രകാശപൂരിതമായ ആ മാർഗം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ അതിലേക്ക് മടങ്ങുക, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമായ ഒരു മാതൃകയായി, ഒരു റോൾ മോഡലായി അള്ളാഹുവിന്റെ റസൂലിനെ അവൻ നമുക്ക് വിവരിച്ചു തരുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. നിങ്ങൾക്ക് വ്യക്തമായ ഉത്തമമായ ഒരു മാതൃകയുണ്ട് അള്ളാഹുവിന്റെ റസൂലിൽ. അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വദക്കറല്ലാഹ കസീറ, ധാരാളമായി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക്. മുഅ്മിനീങ്ങളുടെ അടയാളവും ലക്ഷണവുമാണത്. മുനാഫിഖീങ്ങളാണെങ്കിൽ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രമേ അവർ സ്മരിക്കുകയും ഓർമ്മിക്കുകയുമുള്ളൂ. യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള വാക്കുകളിലും പ്രവൃത്തികളിലും വിശ്വാസത്തിലും അവരുടെ ഇടപാടുകളിലും സ്വഭാവങ്ങളിലും മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കിക്കൊണ്ടായിരിക്കണം അവർ മുന്നോട്ട് പോകേണ്ടത്. അവർ അഭിമുഖീകരിക്കുന്ന വലിയ വിഷയമാണ് എന്ന് തോന്നുന്നതിൽ, അവർക്ക് നിസ്സാരമാണ് ചെറിയതാണ് എന്ന് തോന്നുന്നതിൽ അള്ളാഹുവിന്റെ റസൂൽ ഇതിൽ എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു, എന്ത് മാർഗനിർദ്ദേശം ഉപദേശമാണ്, ആ സുന്നത്ത് അന്വേഷിക്കാനും അത് പഠിക്കാനും അതിനെ മാതൃകയാക്കി മുന്നോട്ട് പോകാനും ബാധ്യസ്ഥരാണ് നാം എല്ലാവരും. പല സദസ്സുകളിൽ നിന്ന് പലപ്പോഴും നമ്മൾ കേട്ട ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ആ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അവസാന കാലം വരുമ്പോൾ ആളുകൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളിൽ അകപ്പെട്ടു പോകും. പല ജാതി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പല കാഴ്ചപ്പാടുകളുമായി, പല രീതികളുമായി, പല ജാതി നിലപാടുകളുമായി ആളുകൾ വരുന്ന അവസ്ഥയുണ്ടാകും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ സമയത്ത് ശരിയായ മാർഗത്തിൽ നിലനിൽക്കാൻ എന്താണ് അതിന് പരിഹാരം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എന്റെ ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കയ്യും കണക്കുമില്ലാത്ത ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും, നേരിടേണ്ടി വരും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. എന്റെയും എന്റെ സന്മാർഗം സിദ്ധിച്ച വിവേകികളായ എന്റെ പിൻഗാമികളായ സഹാബത്തിന്റെ ആ മാർഗവും അവരുടെ സുന്നത്ത് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. നിങ്ങൾ അത് മുറുകെ പിടിക്കണം. അല്ലാഹു അലൈഹാ ബിൻ നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം, മുറുകെ പിടിക്കണം, കടിച്ചു പിടിക്കണം, ജാഗ്രത പാലിക്കണം. അതില്ലെങ്കിൽ ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അപകടം നിങ്ങൾ അത് നേരിടേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ യഥാർത്ഥത്തിൽ അന്നത്തെ സമയത്ത് ഈ ബിദ്അത്തുകൾ രംഗത്ത് വരാത്ത സമയമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ. അവിടുത്തെ ധാരാളം ഖുത്ബകളിൽ പറയുമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ, പുതിയതായി വരുന്ന കാര്യങ്ങൾ മുഴുവനും അത് വഴികേടാണ്, അത് ബിദ്അത്താണ്. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. പുതിയതായി ദീനിന്റെ കാര്യത്തിൽ ആളുകൾ കടത്തിക്കൂട്ടി കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഏതേതൊക്കെയുണ്ടോ അത് മുഴുവനും വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ആ വഴികേടിൽ സഞ്ചരിക്കുന്ന ആളുകൾ ചെന്നു ചാടാനിരിക്കുന്നത് നരകത്തിലാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന. എന്റെ സമുദായം മുഴുവനും അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ച ആളുകൾ ഒഴിച്ച്. ആർക്കാണ് സ്വർഗം വേണ്ട എന്ന് പറയാ? ആരാണ് ഞാൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് പറയാ? സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൻ യഅബാ, അള്ളാഹുവിന്റെ റസൂലേ ആർക്കാണ് സ്വർഗം വേണ്ട എന്ന് പറയാ? അതിൽ കടക്കാൻ ആരാണ് വിസമ്മതിക്കുക? അവിടുന്ന് പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, എനിക്കനുസരിച്ചവർ, എനിക്ക് വഴിപ്പെട്ടവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബാ, ആരൊക്കെ എനിക്ക് എതിര് ചെയ്തു,
അവിടുത്തെ സുന്നത്തിന് ആരൊക്കെ പുറംതിരിഞ്ഞു നിന്നു അവര് സ്വർഗത്തിൽ ഞാൻ കടക്കുകയില്ല എന്ന് പറഞ്ഞ് വിസമ്മതിച്ച ആളുകളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ കാര്യം വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും, വിശ്വാസപരമായ കാര്യങ്ങളിൽ, ആരാധനകളിൽ, ഇടപാടുകളിൽ, സ്വഭാവങ്ങളിൽ, മര്യാദകളിൽ, ഏത് കാര്യങ്ങൾ, വാക്കുകളാണെങ്കിൽ, പ്രവൃത്തികളാണെങ്കിൽ, സുന്നത്തായി നാം സുന്നത്താണ് എന്ന് പറയുന്ന ഐച്ഛികമായ കാര്യങ്ങളാണെങ്കിൽ, നിർബന്ധമായ കാര്യങ്ങളാണെങ്കിൽ, അത് മുഴുവത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നാം അത് എന്താണെന്ന് പഠിക്കാനും അത് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ അതിനെ വിധികർത്താവാക്കാനും നാം തയ്യാറാവണം. അതാണ് രക്ഷപ്പെടാനുള്ള കപ്പൽ, അതാണ് സന്മാർഗത്തിന്റെ വഴി, അതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ മുന്നിൽ ഒരു വ്യക്തിയുടെയും എത്ര ഉന്നതമായ സ്ഥാനത്തുള്ളവനാണെങ്കിൽ, ഏത് വലിയ പാണ്ഡിത്യമുള്ളവനാണെങ്കിൽ, എത്ര ആൾക്കൂട്ടം അവന്റെ മുന്നിലും പിന്നിലുള്ളവരാണെങ്കിലും, അവിടുത്തെ സുന്നത്തിന്റെ മുന്നിൽ ഒരാളെയും നാം മുന്തിക്കാൻ ഒരിക്കലും പാടില്ല. ഈ ലോകത്തെ പരലോകത്തെ വിജയത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റുക എന്ന് പറയുന്നത് അനിവാര്യമാണ്, അത് അത്യാവശ്യമാണ്. ആ പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകൾ അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നതിന്റെ തെളിവോടുകൂടെ ജീവിക്കുന്നവർ അവരാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞതുപോലെ, ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹുവിന്റെ മഹബത്ത്, അള്ളാഹുവിന്റെ ഇഷ്ടം, അവന്റെ സ്നേഹം കരസ്ഥമാക്കി അവർക്ക് വിജയിക്കാൻ, അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അഖൂലു ഹാദൽ ഖൗല വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമൽ ജലീല ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ നേരെ വിപരീതമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്, അനാചാരം എന്ന് പറയുന്നത്. ദീനിന്റെ പ്രവാചകന്റെ വ്യക്തമായ തെളിവില്ലാതെ ദീനാണ്, നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കൊണ്ടു നടക്കുന്ന വാക്കുകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും അവർ വെച്ച് പുലർത്തുന്ന വിശ്വാസ ആദർശങ്ങളാണെങ്കിലും ബിദ്അത്ത് എന്ന് പറയുന്നത് സുന്നത്തിന്റെ നേരെ വിപരീതമാണ്. ഒരു മനുഷ്യനെ ശിർക്കിലേക്കും കുഫറിലേക്കും നാശത്തിലേക്കും പരാജയത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. വലിയ പാപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ശിർക്കല്ലാത്ത, കുഫറല്ലാത്ത വലിയ പാപങ്ങളായി നാം കാണുന്ന ഏതേതുണ്ടോ അതുകൊള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ ബിദ്അത്ത് അതിലേറെ ഗൗരവമുള്ളതാണ്, അതിലേറെ വലിയ പാപമാണതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹാ ഹസനതൻ. ഇസ്ലാമിൽ ഒരാൾ ദീനിന്റെ തെളിവില്ലാതെ, സുന്നത്തിന്റെ പിൻബലമില്ലാതെ ഒരു കാര്യം നല്ലതാണ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവന്റെ ധാരണ. അവനാണ് അത് വാദിക്കുന്നത്. അതാണ് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി നൽകി എന്ന് അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് പരിപൂർണമായ നിലക്ക് ദീന് നമുക്ക് അറിയിച്ച് എത്തിച്ച് തന്നത്. പിന്നീട് ഒരാൾ പറയാണ് ഇന്ന കാര്യം നല്ലതാണ്, ഇന്ന വിഷയം ദീനിൽപ്പെട്ടതാണ്, അതിനത്ര ശ്രേഷ്ഠതയുള്ളതാണ്, പ്രതിഫലമുള്ളതാണ് എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അവന്റെ ധാരണ, അവൻ പറയുന്നത്, അവൻ പ്രചരിപ്പിക്കുന്നത്, അവൻ വാദിക്കുന്നത് മുഹമ്മദ് നബി പൂർണ്ണമായി ദീന് സമൂഹത്തിന് എത്തിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഫമാലം യകുൻ ദീനൻ ഫീ ദാലിക്കൽ യൗം ലാ യകൂനു ദീനൻ അൽയൗം. അന്നത്തെ ദിവസത്തിൽ, പ്രവാചകന്റെ കാലത്ത്, അവിടുത്തെ അനുചരന്മാരുടെ കാലത്ത് ദീനാകാത്തൊരു കാര്യം ഇന്നത് ദീനാകാൻ ഒരിക്കലും പോകുന്നില്ല. ഇന്നത് ദീനാകാൻ ഒരിക്കലും പോകുന്നില്ല. ബുഖാരി മുസ്ലിം റഹിമഹുമുല്ലാഹ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, അല്പം ദീർഘമായ, സഹാബത്തിൽപ്പെട്ട കെടുകെടുത്ത 3 യുവാക്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ അടുക്കൽ ഒരിക്കൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത്, പ്രത്യേകിച്ച് രാത്രിയും വീട്ടിലുമൊക്കെ ചെയ്യുന്ന ഇബാദത്തുകളെ കുറിച്ചൊന്ന് ചോദിച്ചു. അപ്പൊ അവിടുന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവര് പ്രവാചകൻ ചെയ്യുന്ന ഇബാദത്തുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് കുറവായി തോന്നി. അവര് പറഞ്ഞു, റസൂൽ ആരാണ്, നമ്മൾ ആരാണ്? റസൂൽ അല്ലാഹു കഴിഞ്ഞു പോയ പാപങ്ങൾ, വരാൻ പോകുന്നതും കഴിഞ്ഞതും മുഴുവൻ പുറത്തു കൊടുക്കപ്പെട്ട ആളാണ്. നമ്മുടെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് രാത്രി മുഴുവനും ഞാൻ നിസ്കരിക്കും, ഇനി ഉറങ്ങുകയില്ല.
ഒരാൾ പറഞ്ഞു ഞാൻ പകൽ സമയത്ത് മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കും, ഇനി നോമ്പ് മുറിക്കുകയില്ല. മറ്റൊരാൾ പറഞ്ഞു ഞാൻ വിഭാര്യനായി, ഭാര്യയില്ലാത്ത ആൾ വിവാഹം കഴിക്കാതെ ജീവിക്കും, സ്ത്രീകളെ ഇനി വിവാഹം കഴിച്ച് ഭൗതികമായി തിരക്കും. ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളും വഹിച്ചുകൊണ്ട് എൻ്റെ സമയം ഞാൻ പാഴാക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിവരം കിട്ടിയപ്പോൾ അവരെ 3 പേരെയും വിളിച്ചു. അവരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് കേൾക്കുന്നു, ശരിയാണോ? അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളത് ചെയ്യാ എന്ന് പറഞ്ഞു. ഞങ്ങളത് ഏറ്റെടുത്ത കാര്യമാണ്. നല്ല കാര്യങ്ങളാണ് നമ്മുടെ കാഴ്ചയിൽ, മഹത്തായ ഇബാദത്തുകളാണ് നമ്മുടെ കാഴ്ചയിൽ. ദുന്യാവിൽ നിന്ന് അകന്നു ജീവിക്കുന്ന പരലോക ചിന്തയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ നല്ലത് എന്നുള്ള. അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളിലേറെ ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളാണ്, ഏറ്റവും അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള ആളാണ്, അവനെ ഏറ്റവും ഭയപ്പെടുന്ന ആളാണ്. ഞാൻ രാത്രി ഉറങ്ങലുണ്ട്, നിസ്കരിക്കലുണ്ട്, ഞാൻ നോമ്പനുഷ്ഠിക്കലുണ്ട്, മുറിക്കലുണ്ട്, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് ഒരാൾക്ക് താല്പര്യമില്ലാതെ പോകുന്ന പക്ഷം അവനും ഞാനുമായി യാതൊരു ബന്ധവുമില്ല, അവൻ എന്നിൽ നിന്ന് അകന്നവനാണ്. എത്ര വ്യക്തമാണ്, എത്ര കൃത്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം റഹിമഹുല്ലാ മറ്റൊരു ഹദീസിൽ അദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ദീനിന്റെ കാര്യത്തിൽ നമ്മിൽ നിന്ന് വ്യക്തമായ ഉപദേശ നിർദ്ദേശങ്ങൾ തെളിവും പിൻബലവുമില്ലാതെ യവൻ ഒരു കാര്യം ചെയ്താലും അത് തള്ളപ്പെടുന്നവനാണ്, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു റിവായത്തിൽ അദ്ദേഹം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ ദീനിൽ അതിൽപ്പെടാത്തൊരു കാര്യം ഒരാൾ പുതുതായി കൊണ്ടുവന്നാൽ അവനിലേക്ക് അത് തള്ളപ്പെടുന്നതാകുന്നു, സ്വീകരിക്കപ്പെടാത്തതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിലുള്ള പള്ളിയിൽ ഒരിക്കൽ കടന്നു ചെല്ലാൻ ഇടയായി. അബൂ മൂസൽ അശ്അരി ഒരു രംഗം കണ്ട് അദ്ദേഹത്തിനോട് ഉപദേശം ചോദിച്ച സമയത്ത് അവിടെ ഫജ്ർ നിസ്കാരത്തിന്റെ മുന്നിൽ കൂഫയിലുള്ള പള്ളിയിൽ കെടുകെടുത്ത യുവാക്കളായ കുറച്ച് ആളുകൾ ഉറക്കൊഴിച്ചുകൊണ്ട് അവിടെ വന്ന് വട്ടത്തിലിരുന്ന് കല്ലുകൊണ്ട് കണക്ക് പിടിച്ച് അദ്കാറുകൾ പറയുന്നതാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. എത്ര ശ്രേഷ്ഠമായതാണ്, എത്ര മഹത്തായതാണ്. രാത്രി ഉറങ്ങാതെ അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് വട്ടമായി കൂട്ടമായിരുന്ന് അദ്കാറ് പറയുന്ന ഈ രംഗം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് കാണാനിടയായി. അദ്ദേഹം ആ സദസ്സിൽ വന്നുകൊണ്ട് പറഞ്ഞു, എന്താണ് ഉമ്മത്ത് മുഹമ്മദേ നിങ്ങൾ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ജീവിച്ചിരിക്കുന്നു, പ്രവാചകന്റെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല, അവിടുന്ന് ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, എന്നിട്ട് ആ പ്രവാചകനും അവിടുത്തെ അനുചരന്മാരും ചെയ്യാത്ത പുതിയൊരു കാര്യമായി നിങ്ങൾ വരികയാണോ? നിങ്ങൾ നാശത്തിന്റെ വക്കിലാണ്, അതല്ലെങ്കിൽ അവർ ചെയ്യാത്ത ഒരു ഉത്തമമായ കാര്യം നിങ്ങൾ ചെയ്യാണ് എന്ന് പറയേണ്ടി വരും. ഇത്ര ഗൗരവമാണ് ബിദ്അത്ത്. മഹാന്മാരായ മുൻഗാമികളായ സലഫുകൾ, സഹാബത്തും മറ്റുള്ള അവരുടെ ശേഷം വന്ന താബിഉകളും ഈ കാര്യത്തിന്റെ ഗൗരവം അവർ മനസ്സിലാക്കി. സുന്നത്തിന്റെ പ്രാധാന്യം ഒരു ഭാഗത്തിൽ കൂടെ, ബിദ്അത്തിന്റെ ഗൗരവം അതിന്റെ അപകടം മറുഭാഗത്തിൽ കൂടെ മനസ്സിലാക്കി ആ ഉമ്മത്ത് ഈ ലോകത്ത് കൃത്യമായ ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ അവർ സഞ്ചരിച്ചപ്പോൾ ഈ ലോകത്തും പരലോകത്തും അവർ വിജയിക്കുകയും അള്ളാഹു അവന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഇസ്സത്തിന് അവർ ഉടമകളാകുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലൂടെ നിങ്ങൾ പിൻപറ്റും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ പ്രവാചകനെ മാതൃകയാക്കി അനുകരിച്ച പ്രവാചകനെ ഫോളോ ചെയ്യുക, അദ്ദേഹത്തിന് പിന്തുടരുക. നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ദീനിലൊന്നും നിങ്ങൾ പുതിയതായി കൊണ്ടുവരരുത്. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വസ്ലുകൂ ത്വരീഖൽ ഹഖി അല്ലദീ ഇലൈഹി ഹുദീതും, നിങ്ങൾക്ക് ഏതൊന്നിലേക്കാണോ വഴികാട്ടപ്പെട്ടു ആ സന്മാർഗത്തിന്റെ വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കുക. വഅലൈക്കും ബിസ്സുന്നത്തില്ലത്തി ബിഹാ ഫുള്ളിൽതും, നിങ്ങൾക്ക് ബഹുമാനം ആദരവിന് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സുന്നത്താണ് നിശ്ചയിക്കപ്പെട്ടത്. ആ പറയുന്ന സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. തമസ്സകൂ ബിഹാ, നിങ്ങൾ അതിൽ മുറുകെ പിടിക്കണം. വലാ തസ്തൗഹിഷു മിൻ ഖില്ലത്തി സാലിക്കീൻ, ആ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരു പക്ഷേ നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടു എന്നോ നിങ്ങൾ മാനസികമായി പ്രയാസപ്പെടാനോ നിങ്ങൾക്കൊരു ഏകാഗ്രത അനുഭവപ്പെടാനോ നിൽക്കരുതേ. ആ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. വഴികേടിന്റെ കുത്തൊഴുക്കിൽ, നാശത്തിന്റെ പടുക്കുഴികളിൽ കൂട്ടം കൂട്ടമായി ആളുകൾ ചെന്ന് പതിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ വഞ്ചനയിൽ ചെന്ന് ചാടരുതേ. ഒരിക്കലും നിങ്ങൾ വഞ്ചനയിൽ ചെന്ന് ചാടരുത്.
അസ്സുന്നത്തു സഫീനത്തു നൂഹ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്ന് പറയുന്നത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ പോലെയാണ്. ലോകം മുഴുവനും പ്രളയം കൊണ്ട് മൂടിയപ്പോ ആ പറയുന്ന പ്രവാചകനും തന്റെ മുഅ്മിനീങ്ങളായ അനുയായികൾക്കും രക്ഷപ്പെടാൻ അള്ളാഹു അവർക്കൊരുക്കി കൊടുത്ത കപ്പലുണ്ടല്ലോ, അതാണ് ഇന്ന് ഈ ലോകത്ത്. ഫിത്നകളും വഴികേടുകളും കുഴപ്പങ്ങളും നാശങ്ങളും വ്യതിചലനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ ഒരാൾക്ക് ശരിയായ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ആ കപ്പൽ തുല്യമാണ്. മൻ റകിബഹാ നജാ. അതിൽ ആരെങ്കിലും കയറി കൂടിയാൽ അവന് രക്ഷപ്പെട്ടു. വമൻ തഖല്ലഫ അൻഹാ ഗരിഖ്. ആർക്കാണ് സുന്നത്ത് വേണ്ട എന്ന് പറഞ്ഞ് പിന്തി നിന്നു, അവൻ ഈ പറയുന്ന വഴികേടുകളിൽ ഈ നാശങ്ങളിൽ കടന്ന് അവൻ അധപ്പതിച്ച് തകർന്ന് പരാജയപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്നത് റജബ് മാസത്തിലാണ്. റജബ് മാസം എന്ന് പറയുന്നത് പവിത്രമായ 4 മാസങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതുമാണ് എന്ന് കരുതി ഈ പറയുന്ന മാസത്തിൽ പ്രത്യേകമായ നോമ്പിനോ നിസ്കാരത്തിനോ ഇസ്രാ മിഅ്റാജിന്റെ സ്മരണക്കോ ഭക്ഷണപാനീയങ്ങളുടെ ആഘോഷങ്ങൾക്കോ മറ്റുള്ള ഏതെങ്കിലും നിലക്കുള്ള ഒരു ഇബാദത്ത് സഹീഹായ സ്വീകാര്യയോഗ്യമായ ഹദീസുകളിൽ കൂടെ വന്നിട്ടേയില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഖയ്യിം, ഇമാം ഷാത്തിബി, ഇമാം ഇബ്നു റജബുൽ ഹംബലി, ഇബ്നു ഹജറുൽ അസ്ഖലാനി, ആധുനികരായ പണ്ഡിതന്മാർ ഇബ്നു ബാസ്, അതേപോലെ തന്നെ നാസിറുദ്ദീൻ അൽബാനി, മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, ഷെയ്ഖ് അല്ലാമ സാലിഹുൽ ഫൗസാൻ, ഇവരൊക്കെയാണ് നമ്മുടെ പിതാക്കന്മാർ. ഇവരാണ് നമുക്ക് ദീന് പറഞ്ഞു തന്ന ആളുകൾ. ഇവർ സഞ്ചരിച്ച വഴിയിലാണ് നാം സഞ്ചരിക്കേണ്ടത്. അവർ മുഴുവനും പറയുന്നു, ഈ പറയുന്ന റജബ് മാസത്തിൽ ഏതെങ്കിലും ഇബാദത്തിന്റെ ഒരു ഇനത്തിൽ പ്രത്യേകമായി ചെയ്യാൻ ഹദീസുകൾ സഹീഹായ ഹദീസുകളുടെയോ മുൻഗാമികളുടെ സലഫുകളിൽ യാതൊരു മാതൃകയും യാതൊരു തെളിവും അതിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെയോ മറ്റോ പ്രതിഫലങ്ങളും മറ്റും വാഗ്ദാനം ചെയ്തുകൊണ്ട് ആരെങ്കിലും ഈ റജബ് മാസത്തിന്റെ തുടക്കത്തിലോ അതിന്റെ മധ്യത്തിലോ അതിന്റെ ഒടുക്കത്തിലോ അതിലുള്ള വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചകളിലോ എന്തെങ്കിലുമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബിദ്അത്തിലാണ് അത് പെടുക. അങ്ങനത്തെ ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തിയുടെ ബിദ്അത്തിനെയും അവനെയും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഫഹുവ റദ്ദുൻ ഫഹുവ റദ്ദുൻ ഫഹുവ റദ്ദുൻ. അത് അവരിലേക്ക് തള്ളപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൃത്യമായി പാലിച്ചുകൊണ്ട് അതിൽ മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ലോകത്ത് ആ റസൂലിന്റെ സുന്നത്തിലായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ആ സുന്നത്തിലായി അള്ളാഹു നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. ഖിയാമത്ത് നാളിൽ ആ പ്രവാചകന്റെ കൊടിയുടെ കീഴിൽ അവിടുത്തെ അവിടുത്തെ ആ ആൾക്കൂട്ടത്തിന്റെ കൂടെ അവിടുത്തെ ഷഫാഅത്തും അവിടുത്തെ ഹൗദുൽ കൗസറിൽ നിന്നുള്ള ആ വെള്ളവും കോരിക്കുടിക്കാൻ, ആ ഷഫാഅത്ത് നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولمن له حق علينا ولسائر المؤمنين والمؤمنات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم عليك بالكفرة الظالمين المجرمين المتكبرين المفسدين في الأرض يا قوي يا متين يا قهار يا جبار. اللهم انصر عبادك الموحدين في مشارق الأرض ومغاربها يا حي يا قيوم برحمتك نستغيث. أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.